ഹലോ ഗൈസ്, തിരുവോണനാളായിട്ട് നമ്മൾ ബാഗും കാപ്പിയും കുടിച്ച് എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്നറിയണ്ട്. വേറെ അടുത്തല്ല കേട്ടോ, കന്യാകുമാരിയിലേക്കാണ്. നേരെ ടിക്കറ്റ് എടുത്ത ട്രെയിനിൽ കയറി അവിടെ നിന്ന് 2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കന്യാകുമാരിയിലേക്ക് എത്താൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ഫേമസ് ആയിട്ടുള്ള വിവേകാനന്ദ റോക്കിലേക്കാണ് എത്തിയത്. അവിടെ എത്താനുള്ള തിരക്കാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അവിടെ വിവേകാനന്ദൻ്റെ ഒരു അമ്പലമുണ്ട് ഗൈസ്. ഇത് കാണാൻ നമ്മൾ പോകുന്നത് ബോട്ടിലേക്കാണ്. 4-5 ബോട്ടുണ്ട്. ഈ വലിയ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും പേരും ഈ ഒരു ബോട്ടിൽ കയറിയത്. അങ്ങനെ നമ്മൾ ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ വിവേകാനന്ദ റോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ അമ്പലം, സ്റ്റാച്ചു, ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ പോകാനാണ് പ്ലാനിങ്. മുടിയൊക്കെ എയറിലാണ് കഴിച്ച്, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അമ്പലം, അവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അവിടെ കയറേണ്ട സ്റ്റെപ്പാണ്. അതിൻ്റെ അകത്ത് ഒരു വിവേകാനന്ദ ഒരു സ്റ്റാച്ചു ആണുള്ളത്. അവിടെ ആ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ മുടിയൊക്കെ പൊങ്ങിയായിരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തും. അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നടന്നു പോയി. ശ്രാവിനും പേടിയായിരുന്നു, അച്ഛനൊട്ടും പേടിയില്ലായിരുന്നു. അച്ഛനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നത്. കണ്ടാലറിയാലോ, ഈ തിര നല്ല പേടിയാവും. നിങ്ങളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. അതിനുശേഷം നമ്മളെല്ലാവരും നടന്ന് പിന്നെ ശ്രാവിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആ തിര വരുന്നത് കണ്ടിട്ടും ആ പാറയുടെയൊക്കെ ഇടയിൽ വീണു പോവോ എന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ വിവേകാനന്ദൻ്റെ വലിയൊരു സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി. അത് ഈ ഒരു ഗുഹയുടെ അകത്തൂടെ കയറി സ്റ്റെപ്പ് കയറണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. ശ്രാവന്തി അവിടെ സമാധിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, കുറച്ചധികം ഫോട്ടോസ് എടുത്തായിരുന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ് കന്യാകുമാരിയിൽ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ബാഗ് എടുത്ത് പോവുകയാണ് ഗൈസ്. ടാറ്റാ.